നമസ്കാരം. പ്രധാന വാർത്തകൾ. UDF കൗൺസിലർ അനു വസന്തൻ ഇനി CPM-ൽ. അടൂർ നഗരസഭയിലെ UDF കൗൺസിലർ അനു വസന്തൻ CPM-ൽ ചേർന്നു. അടൂർ നഗരസഭ 2ാം വാർഡ് കൗൺസിലറാണ് അനു. CPM മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അനു വസന്തനെ CPM-ലേക്ക് സ്വീകരിച്ചു. തന്റെ കുടുംബാംഗങ്ങളെല്ലാം CPM-കാരായതിനാലാണ് താനും CPM-ൽ ചേരാൻ കാരണമെന്നും അനു പറയുന്നു. CPM-ൽ ചേർന്നതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ലെന്നും അനു വസന്തൻ വ്യക്തമാക്കി. ഇനി മത്സര രംഗത്തേക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മുട്ടിൽ മരമുറി കേസ് അപ്പീൽ തള്ളി. കർഷകർക്കെതിരെ നടപടിക്ക് നീക്കം. വയനാട് മുട്ടിൽ മരമുറി കേസിൽ കർഷകർക്കെതിരെ റവന്യൂ നടപടിക്ക് നീക്കമെന്ന റിപ്പോർട്ട്. 29 കർഷകരുടെ അപ്പീൽ അപാകത ആരോപിച്ച് തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറി കേസിൽ മുഖ്യപ്രതികൾക്കെതിരായ അനുബന്ധ കുറ്റപത്രം നൽകുന്നത് വൈകുകയാണ്. കേസിൽ ഇനിയും 4 കുറ്റപത്രങ്ങൾ കൂടി സമർപ്പിക്കാനുണ്ട്. അതേസമയം ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ കനത്ത ആശങ്കയിലാണ്. കർഷകരെ സംരക്ഷിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാഴായി എന്നാണ് ഉയരുന്ന വിമർശനം. വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം, ഭീഷണി, ഒളിവിൽ പോയ LP സ്കൂൾ മുൻ ഹെഡ്മാസ്റ്റർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കുന്നത്തുപറമ്പ് അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് കൊണ്ടോട്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിലെ പ്രതിയാണ് അബൂബക്കർ സിദ്ദിഖ്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയത്. സംഭവം പുറത്തു പറഞ്ഞാൽ പിതാവിനെ കൊല്ലുമെന്ന് ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒളിവിലുള്ള പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിനാലാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. സമാന കേസിൽ നേരത്തെയും അബൂബക്കർ സിദ്ദിഖിനെതിരെ പരാതി ഉയർന്നിരുന്നെങ്കിലും മാപ്പ് പറഞ്ഞതോടെ രക്ഷിതാക്കൾ പരാതി പിൻവലിക്കുകയായിരുന്നു. PP ദിവ്യയ്ക്കും പ്രശാന്തിനുമെതിരെ മാനനഷ്ട കേസ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്ന തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു. മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം. ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി ദിവ്യയ്ക്കും പ്രശാന്തിന് നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം 11-ന് പരിഗണിക്കും. G സുധാകരനെ അവഗണിച്ച CPM ഇറക്കിയ നോട്ടീസിൽ പേരില്ല. അപമാനം. തോട്ടപ്പള്ളി നാലുചിറപ്പാലം ഉദ്ഘാടനത്തിനായി CPM ഇറക്കിയ നോട്ടീസിൽ G സുധാകരന്റെ പേരില്ല. CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇറക്കിയ പാലം ഉദ്ഘാടന നോട്ടീസിൽ നിന്നാണ് G സുധാകരനെ ഒഴിവാക്കിയത്. നേരത്തെ PWD ഇറക്കിയ നോട്ടീസിൽ ഉൾപ്പെടെ G സുധാകരന്റെ പേരും ചിത്രവും ഉണ്ടായിരുന്നു. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലായിരുന്നു G സുധാകരന്റെ പേരുണ്ടായിരുന്നത്. നാളെ മുഖ്യമന്ത്രിയാണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. G സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് നാലുചിറപ്പാലം കൊണ്ടുവന്നത്. സുധാകരന്റെ മണ്ഡലത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടു. പ്രമീള ശശിധരന്റേത് ഗുരുതര വീഴ്ചയെന്ന് BJP വിലയിരുത്തൽ. പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരന്റേത് ഗുരുതര വീഴ്ചയെന്ന് BJP വിലയിരുത്തൽ. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ വിലക്കാൻ പാർട്ടി തീരുമാനിച്ചതാണ്. ഓഗസ്റ്റിലെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് രാഹുലിന് നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് നൽകിയ കത്ത് പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് അകലം പാലിക്കണമെന്ന പാർട്ടി തീരുമാനം നഗരസഭാധ്യക്ഷ കാറ്റിൽ പറത്തിയെന്ന് പാർട്ടിക്കുള്ളിൽ വികാരം. ഇന്നലെ നടന്ന റോഡ് ഉദ്ഘാടന പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJP ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. ബിജുവിന് കണ്ണീർ വിട നൽകി നാട്. ഇടുക്കി അടിമാലിക്ക് സമീപം മണ്ണിടിച്ചിൽ മരിച്ച ബിജുവിന് വിട നൽകി നാട്. മൃതദേഹം കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. കുമ്പൻപാറയിലെ കുടുംബ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സന്ധ്യയുടെ ഇടത് കാലിന് ഗുരുതര പരിക്കുണ്ട്. കാൽമുട്ടിന് താഴോട്ട് എല്ലുകളും രക്തക്കുഴലുകളും ചതഞ്ഞറിഞ്ഞെന്നും രാജഗിരി ആശുപത്രിയുടെ ഡോക്ടർ പറഞ്ഞു. സ്കൂൾ ഗവേണിംഗിൽ നിന്ന് വീണു. 7 വയസ്സുകാരന് ദാരുണാന്ത്യം. കാപ്പുപറമ്പ് സ്വദേശി മസീൻ മുനീറാണ് മരിച്ചത്. പാലക്കാട് തച്ചനാട്ടുകരയിലാണ് സംഭവം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടമുണ്ടായത്. കുട്ടി താഴേക്ക് ഇറങ്ങി വരുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വീഴ്ചയിൽ കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പൂവത്താണി നടുവിലത്താണി അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചതിന് വഴക്കു പറഞ്ഞു. 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി. വീട്ടുകാർ വഴക്കു പറഞ്ഞതിന്റെ മനോവിഷമത്തിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. ഗവൺമെന്റ് മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രിയങ്കയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഴൽമന്ദം കുത്തനൂർ കഴടയംപാറ മുച്ചിക്കൂട്ടം വീട്ടിൽ പരേതനായ സംഗീതയുടെയും ഒഡീഷ സ്വദേശി സഞ്ജയ് ബിസ്വാളിന്റെയും മകളാണ് പ്രിയങ്ക.
നാളെ സ്കൂളിന് അവധി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കുമ്പൻപാറയിൽ ലക്ഷം വീട് ഉന്നതി ഭാഗത്ത് ഇന്നലെ രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് അവധി. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് നാളെ അവധി പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ ബിജു എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ബിജുവും ഭാര്യ സന്ധ്യയും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്ധ്യ നിലവിൽ ചികിത്സയിലാണ്. ആലുവ രാജഗിരി ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് സന്ധ്യ.